അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 177 ആയത്ത്. ഒരൊറ്റ ആയത്ത് മാത്രമാണ് ഇന്നിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. സൂറത്തുൽ ബഖറയിലെ 177 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസൽ ബിർറ അൻ തുവല്ലൂ വജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. സദഖല്ലാഹുൽ അസീം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ ആയത്തിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം മതത്തിൻ്റെ കാതലായ ലക്ഷ്യം എടുത്ത് കാണിക്കുകയാണ് ഈ ആയത്തിൽ. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر. അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ മുഖങ്ങളെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിക്കുന്നതല്ല പുണ്യം, പിന്നെയോ മൻ ആമന ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയും. ശരിക്കും പറഞ്ഞാൽ ഈ കിബില മാറ്റിയപ്പോഴത്തേക്ക് അവിടെ ഉള്ള ബഹുദൈവ വിശ്വാസികളായ അറബികളും ക്രിസ്ത്യാനികളും യഹൂദരും എല്ലാവരും കൂടെ കിടന്ന് ഈ കിബില മാറ്റിയതിനെപ്പറ്റി വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പം നിങ്ങൾ അതിനെപ്പറ്റിയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നെ കാര്യമുള്ള കാര്യം എന്താണ്? അതാണ് ഈ അള്ളാഹു പറയുന്നത്. മനാമന ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുകയും വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുകയും വൽ മലായികത്തി, അല്ലാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുകയും വൽ കിതാബ്, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ, അതേ അള്ളാഹുവിൻ്റെ വേദങ്ങളിൽ വിശ്വസിക്കുകയും വന്നബീന, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും വാതൽ മാല അലാ ഹുബ്ബിഹി, എന്നിട്ടോ അള്ളാഹുവിനോടുള്ള പ്രേമം മുൻനിർത്തിക്കൊണ്ട് ധനം നൽകുകയും, അള്ളാഹുവിനോടുള്ള ഇഷ്ടം മുൻനിർത്തിക്കൊണ്ട്, പ്രേമം മുൻനിർത്തിക്കൊണ്ട് വേണം ധനം നൽകാൻ. ആർക്കൊക്കെയാണ് ആ ധനം കൊടുക്കേണ്ടത്? ദവിൽ ഖുർബാ, അടുത്ത കുടുംബങ്ങൾക്കും, വലിയത്താമ, അനാഥ കുട്ടികൾക്കും, വൽ മസാകീൻ, അഗതികൾക്കും, വബിനസ്സബീൽ, വിഷമിച്ചതായ വഴിയാത്രക്കാരനും, എല്ലാ വഴിയാത്രക്കാരനുമല്ല, വിഷമിച്ചതായ വഴിയാത്രക്കാർ, വസ്സായിലീൻ, വിഷമം മൂലം ധനസഹായം ആവശ്യപ്പെടുന്നവർക്കും,
വഫിർ റിഖാബ്, അടിമകളെ സ്വതന്ത്രരാക്കുവാൻ ധനം നൽകുകയും ചെയ്യുക. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് ധനം ചിലവഴിക്കേണ്ടത്. അതും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ആ അള്ളാഹുവിനോടുള്ള പ്രേമം മുൻനിർത്തി വേണം ഇതുപോലുള്ള ധനം, അവരുടെ സ്വന്തം ധനങ്ങൾ ഇതുപോലുള്ള വഴികളിൽ, നല്ല വഴികളിൽ ചിലവഴിക്കാൻ. വഖാമസ്സലാ, തീർന്നില്ല, വീണ്ടും അള്ളാഹു പറയുകയാണ്, നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും വാത സകാത്ത്, സകാത്ത് കൊടുക്കുകയും ചെയ്യുക. വൽമൂഫൂന ബിഅഹ്ദിഹിം ഇദാ അഹദൂ, കരാർ ചെയ്തു പോയാൽ അത് നിറവേറ്റുകയും ചെയ്യുക. കരാർ ചെയ്താൽ ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിൽ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. വസ്സാബിരീൻ, അപ്രകാരം തന്നെ അവർ ക്ഷമിക്കുന്നവരാണ് കേട്ടോ. ഫിൽ ബഅ്സാഇ, ആപത്ത് ഘട്ടങ്ങളിൽ ക്ഷമിച്ചിരിക്കുന്നവർ. വല്ലറാഇ, ദാരിദ്ര്യ ഘട്ടങ്ങളിലും അവർ ക്ഷമിക്കുന്നവരാണ്. വഹീനൽ ബഅസി, സാഹസ സഹനവേളയിലും ക്ഷമിക്കുന്നവരാണ്. ഇതൊക്കെയാണ് പുണ്യപ്രവൃത്തി. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലി ആയുസ് തീർക്കുന്നവരല്ല മുസ്ലിമീങ്ങളെന്ന് അള്ളാഹു എടുത്തു പറയുകയാണ്. എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇത്തിരി ഗൗരവമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ തമ്മിൽ തല്ലി തർക്കവും പ്രശ്നവും ഉണ്ടാക്കി നമ്മളുടെ ആയുസ് തീർക്കേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. പിന്നെയോ അള്ളാഹു ഈ പറഞ്ഞ പുണ്യപ്രവർത്തികൾ ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുക, ഇതാണ് മുസ്ലിമീങ്ങളുടെ ലക്ഷ്യം എന്ന് അള്ളാഹു എടുത്ത് പറയുകയാണ്. നമ്മളിവിടെ മൗലൂദിൻ്റെ പേരിൽ അടി, മൗലൂദ് ഓതാൻ പാടുണ്ടോ, റാത്തീബ് ഓതാൻ പാടുണ്ടോ, മക്ബറ സന്ദർശിക്കാൻ പാടുണ്ടോ, ഇതൊന്നും ഇസ്ലാമിൻ്റെ ഒരു കാര്യങ്ങളേ അല്ല. ഇതൊക്കെ ഇസ്ലാമിൻ്റെയൊക്കെ ഏതോ പിറകിലോട്ട് കിടക്കുക. അതൊന്നും നമ്മൾ വെറുതെ എടുത്തു വെച്ച് തലക്കിച്ച് സമയം കളയേണ്ട സമയമില്ല. പിന്നെയോ നമ്മൾ ഇതുപോലുള്ളതായ പുണ്യപ്രവർത്തികൾ ചെയ്യുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളാരും തർക്കിക്കാതെ ഓ മുസ്ലിമീങ്ങളെ പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്യൂ എന്ന് അള്ളാഹു ഉണർത്തുകയാണ്. ഉലൈകല്ലദീന സ്വദഖൂ, ഇതുപോലെയുള്ള പുണ്യപ്രവർത്തികൾ ചെയ്തവരാണ് സത്യം പാലിച്ചിരിക്കുന്നത്, അല്ലാതെ ഉള്ളവരല്ല നബിയേ. മനസ്സിലായി? ഇതുപോലുള്ളതായ പുണ്യപ്രവർത്തികൾ ചെയ്തവരാണ് ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുള്ളത് നബിയേ, അല്ലാത്തവരെന്നും വിശ്വാസികളല്ല എന്ന് അള്ളാഹു പറയുകയാണ്. മനസ്സിലായില്ലേ? മൗലൂദ് ഓതണ്ട, അതിനുള്ള ഒരു 4 ദിവസം അതിനുള്ള തർക്കവും ലഹളയും. റാത്തീബ് അത് എവിടെ പറഞ്ഞേക്കും? മുഹയ്യിദ്ദീൻ റാത്തീബ് എവിടെ പറഞ്ഞേക്കും? കുത്തുബിയത്ത് ഓതൽ എന്താണ് കുത്തുബിയത്തുള്ള അറിയാം? ആർക്കും അറിഞ്ഞൂടാ, വെറുതെ കിടന്ന് ചിലക്കുകയാണ്. മനസ്സിലായില്ലേ? അള്ളാഹു പറയുന്നത് തന്നെ അവർക്കറിയില്ല. പിന്നെ വെറുതെ കിടന്ന് തൊപ്പിയും താടിയും ഒക്കെ വെച്ച് മയക്ക് സെറ്റുമൊക്കെ കിട്ടുമ്പോൾ എന്തേലുമൊക്കെ അങ്ങ് വിളിച്ച് പറയുക. വൗലായിക ഹുമുൽ മുത്തഖൂൻ, മേൽ പറഞ്ഞ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരാണ് നബിയേ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവർ. അള്ളാഹു പറയുക. മനസ്സിലായി? അല്ലാതെ ചെറിയ ചെറിയ നിസ്സാരമായ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ കിടന്ന് വെറുതെ തർക്കിച്ച് ഈമാനും ഇസ്ലാമും കഷ്ടപ്പെടുത്തി കളയുകയാണ്, നഷ്ടപ്പെടുത്തി കളയുക. കഷ്ടം. നമുക്ക് വിശദമായി ആലാപനത്തിലേക്ക് പോകാം. എനിക്ക് ഈ തർക്കിക്കുന്നവരോടൊക്കെ വലിയ വെറുപ്പ് തോന്നി വരികയാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്തോറും വെറുപ്പ് അവരോടൊക്കെ തോന്നുക. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു നിങ്ങൾ സുന്നികൾ നരകത്തിലാണ്. തബ്ലീഗുകാർ പറയുന്നു സുന്നികൾ നരകത്തിലാണ്. സുന്നികൾ പറയുന്നു മുജാഹിദ് നരകത്തിലാണ്. എന്തൊരു കഷ്ടമാണോ എന്തോ ഇവനൊക്കെ. അല്ലാഹ് ഖിബില ഇദാ മാറ്റി
തുടങ്ങിയെന്ന് ജൂതർ ഇദാ നസുറ ബഹു അറബികൾ. പരിശുദ്ധമായ മുഖദ്ദസിൽ നിന്ന്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് അള്ളാഹു ഖിബല മാറ്റിയപ്പോൾ ബഹുദൈവാരാധകരായ അറബികളും അതുപോലെ ക്രിസ്ത്യാനികളും അതുപോലെ യഹൂദരും ജൂതരും വലിയ തർക്കങ്ങളുണ്ടായി. അങ്ങനെയാണ്, കൊക്കാണ് കോണാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വലിയ ലഹളയുണ്ടാക്കിയപ്പോൾ അള്ളാഹു പറയുകയാണ്, എടോ നിങ്ങളതിൻ്റെ പേരിൽ നിങ്ങളാരും തർക്കിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഒരു കാര്യമേ അല്ല, അതൊന്നും ഒരു ഇസ്ലാമിൻ്റെ മൂലധനമല്ല. കിഴക്കും പടിഞ്ഞാറും പറഞ്ഞ് നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. എടോ ജൂതരേ, എടോ ബഹുദൈവ വിശ്വാസികളായ അറബികളെ, ഓ നസുറാക്കളെ, നിങ്ങൾ തർക്കം നിർത്തിക്കൊള്ളുക. അള്ളാഹു പറയും, തർക്കം ഇതാ മൂത്ത് കലാശിച്ചപ്പോൾ ഇറങ്ങിയതായ അതാണേ ഇത്. പരിശുദ്ധമായ കഅബാലയത്തെ ഖിബലയായി നിശ്ചയിച്ചപ്പോൾ അവിടെ തർക്കം മൂത്തുകെട്ടോ. അതിനെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്താണ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ അധ്യായം 177-ാമത്തെ അധ്യായം. ഇത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ആയത്ത് 177-ാമത്തെ ആയത്ത്. സമയം ഇതാ അവരോടായി പറഞ്ഞു കൊടുക്കുന്നു, തർക്കം വേണ്ട. കിഴക്കും പടിഞ്ഞാറും ഇതാ നിങ്ങളും മുഖവും തിരിക്കലും അതല്ല വിഷയം. അള്ളാഹു പറയുകയാണ്, കിഴക്കോട്ടും പടിഞ്ഞാറുമൊട്ടൊക്കെ നിങ്ങൾ മുഖം തിരിക്കുന്നത് അതൊന്നും ഒരു വിഷയമല്ല മനുഷ്യ. നിങ്ങൾ അതിൻ്റെ പേരിൽ നിങ്ങൾ തർക്കിക്കുകയും വേണ്ട. നിങ്ങൾ ഇതാ നന്മ ഇതാ പുണ്യവും അതുപോലിതാ ഉള്ള കാര്യം ചെയ്യേ. വെറുതെ തർക്കിച്ച് സമയം കളയാതെ പുണ്യമാക്കപ്പെട്ട നന്മകൾ നിറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. ആ നന്മകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് അള്ളാഹു പറയുകയാണ് കേട്ടോ. അല്ലാഹ് പറയുന്നു, ഇതാണേ പുണ്യം ചെയ്യേ ഇതാ നിങ്ങൾ ഈ കാര്യങ്ങൾ. ആദ്യം ഇതാ നിങ്ങൾ വിശ്വസിക്കൂ, അല്ലാഹ് ഇതാ അല്ലാഹ് അവനിൽ തന്നെ. അള്ളാഹു പറയുകയാണ്, പുണ്യമാക്കപ്പെട്ട നന്മയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. അതിനാദ്യത്തെ പടി എന്താണെന്നറിയുമോ? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം കേട്ടോ. അടിയുറച്ച് വിശ്വസിക്കണമെന്നാണ്, പതറിയുള്ള ഒരു വിശ്വാസമല്ല. നമുക്കൊക്കെ ഇന്ന് എല്ലാവർക്കും 90% ആൾക്കാർക്ക് പതറിയുള്ള വിശ്വാസമാണ് അള്ളാഹു. അടിയുറച്ച് അള്ളാഹുവിലുള്ള വിശ്വാസമുള്ളവരാണെങ്കിൽ ആഭിചാരക്രിയകളിലേക്ക് പോകും, മന്ത്രവാദത്തിലേക്ക് പോകും, മക്കാമുകളിലേക്ക് പോകും, ഒരിക്കലും പോകും. തർക്കത്തിൽ ചെന്ന് ഞാൻ വലിയവനാണ്, എൻ്റെതാണ് ശരി, അതിനൊക്കെ മുതിരോ ഇല്ല. അവരൊക്കെ ആ സമയമുണ്ടെങ്കിൽ നല്ല നന്മയായ കാര്യങ്ങൾ ചെയ്യും. മനസ്സിലായില്ലേ? അന്ത്യദിനത്തിലും ഇതാ നിങ്ങളും ഉറച്ചേ വിശ്വാസം കൈക്കൊള്ളണേ. രണ്ടാമതായി അള്ളാഹു പറയുന്നു,
അന്ത്യദിനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ, അത് സംഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ. പതറാതെയുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസം നിങ്ങൾക്ക് അന്ത്യദിനത്തിനെ സംബന്ധിച്ച് വേണം കേട്ടോ. നന്മയായ പ്രവൃത്തികളാണ് അല്ലാഹു പറയുന്നത്. മലക്കും ഇതാ ദൂതർ അവരിൽ തന്നെ ഉറച്ച വിശ്വാസം അതും വേണമേ. അതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ, അള്ളാഹുവിൻ്റെ ദൂതരിൽ, പ്രവാചകന്മാരിൽ ഇതിലൊക്കെ ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം കേട്ടോ. പ്രേമം ഇതാ വേണം റഹ്മാനോട്, അതിനെ ഇതാ നിങ്ങൾ മുൻനിർത്തേണം, അതിനെ ഇതാ നിങ്ങൾ മുൻനിർത്തിയും ധനവും കൊടുക്കേണം അഹേലുകാർക്ക്. അള്ളാഹുവിനോടുള്ള പ്രേമം, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് മുൻനിർത്തി നിങ്ങളുടേതായ അഹലുകാർക്ക് നിങ്ങളുടെ ധനത്തിൽ നിന്നും നിങ്ങളൊരു ഓഹരി കൊടുക്കണം കേട്ടോ. അതൊരു പുണ്യപ്രവർത്തിയാണ്, അള്ളാഹു ഉണർത്തുകയാണ്. ആർക്കാ കൊടുക്കേണ്ടത്? അടുത്ത ഇതാ കുടുംബം അവർക്ക് തന്നെ, അവരെ മറക്കല്ലേ, മറന്നേക്കല്ലേ. അടുത്ത കുടുംബങ്ങളുണ്ടല്ലോ, രക്തബന്ധങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള അഹ്ലുകാർ നമ്മളെ ഏറ്റവും വളരെ അടുത്ത ബന്ധുക്കൾക്ക് നമ്മളുടെ ധനത്തിൽ നിന്ന് നമ്മൾ അവർക്കും കൂടി ചിലവഴിക്കണമത്രേ. എങ്കിലേ നമ്മൾ മുസൽമാൻ ആവുകയുള്ളൂ എന്ന് അള്ളാഹു ഉണർത്തുകയാണ്. ഇന്ന് പലരും ബന്ധങ്ങളില്ല, മനസ്സിലായി, എന്തേലും നക്കാപ്പിച്ച കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങളെ ആരും പരിഗണിക്കുന്നേ ഇല്ല. അത് പാടില്ല. നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ നമ്മൾ സഹായിച്ചിരിക്കണം, സഹായിച്ചിരിക്കണം, സഹായിച്ചിരിക്കണം. അത്ര ഗൗരവമാണ്. നിനക്കും ഇതാ സ്വത്ത് തന്നതെന്താ, അവർക്കും ഇതാ കൂടി കൊടുക്കാനാണേ. അള്ളാഹു നിനക്ക് സ്വത്ത് ഒരുപാട് തന്നതെന്തിനാണെന്നറിയുമോ? നിൻ്റെ അഹ്ലുകാർക്ക്, നിൻ്റെ അടുപ്പക്കാർക്ക്, നിൻ്റെ അടുത്ത രക്തബന്ധങ്ങൾക്ക് അതിൽ നിന്നുള്ള ഓഹരി അവർക്കും കൂടി കൊടുക്കാനാണത്രേ. അവരെ നീ ഒരിക്കലും മറന്നേക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വരി നിങ്ങൾ നോക്കണം. ചറയും പറയേതും പറഞ്ഞതല്ലേ, അതിനാൽ കൊടുക്കണ്ട തോന്നൽ വേണ്ട. നമ്മൾ വിചാരിച്ചു പോകും, ആഹാ അവൻ എന്നെ അങ്ങനെ പറഞ്ഞവനല്ലേ, ഇങ്ങനെ പറഞ്ഞവനല്ലേ, അവൻ എന്നെ തെറി പറഞ്ഞവനല്ലേ, അവൻ എന്നെ ആക്ഷേപിച്ചവനല്ലേ, അതുകൊണ്ട് എൻ്റെ ധനത്തിൽ നിന്ന്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് അവന് കൊടുക്കുകയില്ല എന്നുള്ള നിശ്ചയദാർഢ്യമുണ്ടല്ലോ, അത് വിഡ്ഢിത്തരമാണെന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും, നമ്മളുടെ ബന്ധുക്കൾ നമ്മളെ ആക്ഷേപിച്ചാലും, നമുക്ക് ധനമുണ്ടോ അവർക്ക് കൂടി കൊടുക്കണം കേട്ടോ. ആക്ഷേപിച്ചവന് മുമ്പേ കൊടുക്കണം കേട്ടോ. അതാണ് മുസൽമാൻ്റെ, അതാണ് മുസ്ലിമിൻ്റെ കടമയെന്ന് അല്ലാഹു ഉണർത്തുകയാണ്. ധനവും സഹായവും നീ ചെയ്യണം, കണക്കും അതിൽ വേണ്ട യതീമിനാണേ. ഇതാണ് ഇവിടെ വലിയ ഒരു പുണ്യപ്രവർത്തിയാണ്. യതീമക്കളുണ്ടല്ലോ, ആരാണ് യതീമെന്നറിയുമോ? പിതാവ് മരണപ്പെട്ടു പോയ മക്കളാണ് യതീം, യതീം, യതീം.
അവർക്ക് നീ നിന്റെ ഓഹരി ഒന്ന് കൊടുത്താൽ, നിന്റെ ധനത്തിൽ നിന്ന് നീ കൊടുത്താൽ സ്വർഗമല്ലാതെ നിനക്ക് വേറെ ഒന്നും തന്നെ തരാനില്ല. അള്ളാഹു പറഞ്ഞതാണ്. യതീമക്കളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കണം, അവർക്ക് വാരി വാരി കോരി കൊടുക്കണം. മനസ്സിലായി? യതീമെന്ന് കണ്ടാൽ നമ്മൾ കൂട്ടിപ്പിടിച്ചണയ്ക്കണം, തലോടണം, അവരെ സാന്ത്വനപ്പെടുത്തണം. അപ്പോൾ യതീമക്കളെ നമ്മൾ എന്ത് ചെയ്യുക? സഹായിക്കണമെന്ന് അള്ളാഹു പറയും. ഇന്ന് യതീം ഖാനകളുണ്ട്. യതീമിൻ്റെ പേരിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ തിന്ന് മുടിച്ച് തൂറിക്കളയുന്ന ഒരുപാട് വൃത്തികെട്ടവന്മാരുണ്ട്. യതീമിൻ്റെ ധനമെന്നൊക്കെ പറഞ്ഞാലുണ്ട്. അള്ളാഹു എടുത്തത് ഇങ്ങനെ പറഞ്ഞെന്താണ്? യതീമിൻ്റെ ധനം അത് യതീമിന് തന്നെ കൊടുക്കണം. യതീംഖാന നടത്തുന്നവരൊക്കെ വളരെ സൂക്ഷിക്കലൊന്നുമില്ല. യതീമിന് തരുന്ന പൈസ അത് യതീമിനെ കൊടുക്കാം. വേറെ ഏത് ന്യായം പറഞ്ഞിട്ട് നമ്മൾ വേറെ എന്തിനെങ്കിലുമൊക്കെ എടുത്താലുണ്ടല്ലോ. ചില അറബികൾ എനിക്കറിയാം, ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടി പിരിക്കാൻ വരും. ദുബായ്, UAE, കുവൈറ്റ്, സൗദി അറേബ്യ, മസ്കറ്റിൽ നിന്ന് കുറച്ചാണ് കിട്ടുന്നത്, ദരിദ്ര രാഷ്ട്രം. പോട്ടെ, ബഹ്റൈൻ, മനസ്സിലായി, അങ്ങനെയുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് മലയാളികൾ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പിരിക്കാൻ വരും. 45% യതീമക്കളുടെ പേരാണ് അറബികളെടുത്ത് പറയുന്നത്. വാരിക്കോരി അവർ കൊടുക്കും. അറബികൾ അങ്ങനെയാണ്. യതീമെന്ന് അവർ കേട്ടാൽ, നമ്മളെ പോലെയൊന്നും അറബികൾ എങ്ങനെ ആയിക്കൊള്ളും, പക്ഷേ യതീമെന്ന് കേട്ടാൽ അറബികൾ വാരിക്കോരി കൊടുക്കും. അത് ഈ കള്ളന്മാർക്കറിയാം. ആ അറബികളെ നിന്നൊക്കെ യതീമിൻ്റെ പേരിൽ പിരിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ബെൻസേലും അതുപോലെ മെർച്ചഡൈസ് ബെൻസിലും അതുപോലെ വലിയ വലിയ കൂടിയ വണ്ടികളിലും വലിയ മണിമാളികകളും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ പടുത്തങ്ങനെ ഉയർത്തുകയാണ്. എന്നിട്ട് അങ്ങനെ നെളിഞ്ഞിരിക്കുകയാണ്. ശിങ്കിടികളോ ഇഷ്ടം പോലെ. അള്ളാഹു കണ്ടില്ല എന്ന് ധരിച്ചു പോകരുത്. യതീമിൻ്റെ മുതലാണ്. അത് അറബികൾ വാരിക്കോരി നിങ്ങളുടെ കയ്യിൽ തന്നതാണ്. സ്ഥാപനങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, പൊതുവിൽ ഞാൻ പറഞ്ഞത്. അറബികളാണ്. ഇവിടെയൊക്കെ ആര് കൊടുക്കുന്ന വല്ല 10 രൂപ, 3 രൂപ, 2 രൂപ, 1.5 രൂപ ഇവിടത്തെ ഈ കേരളീയർ കൊടുത്തിട്ടാണ് ഇവിടുത്തെ യതീംഖാനകളൊക്കെ പൊങ്ങി വരുന്നത്. സുബ്ഹാനല്ലാഹ്. അതൊന്നുമല്ല. അറബികൾ യതീമെന്ന് കേട്ടാലുണ്ടല്ലോ, അവർ ഈ ചെല്ലുന്നവരെ പോലും അവർ അണച്ച് പിടിച്ച് മുത്തി വലിയ സ്നേഹമാണ് അവർക്ക്, അറബികൾക്ക്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ അറബികളിൽ നിന്നൊക്കെ യതീമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആണ് 45% സ്ഥാപനങ്ങളും പൈസകൾ, ദിനാറ്, ദിർഹംസ്, കുവൈറ്റ് ദിനാർ, അങ്ങനെ എല്ലാ ദിനാറും കൊണ്ടുവന്ന് ഇവരിവിടെ സുഖിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവരങ്ങനെ വലിയ വലിയ ദാതാക്കളായി, നേതാക്കളായി തലപ്പാക്കെട്ടും കെട്ടി വിലസുകയാണ്. ഒരു പിടിയുണ്ട് അല്ലോ, അന്ന് നിന്റെ ബെൻസ് പോരടാ, നിൻ്റെതായ മണിമന്ദിരം പോരടാ, നിന്റെ തലപ്പാവ് പോരടാ, നിന്റെ കള്ള ദുആ പോരടാ, നിന്റെ അഭിനയം പോരടാ, നിന്നെ പിടിക്കും സംശയമില്ല. അതുകൊണ്ടല്ല പ്രിയമുള്ളവരെ, നിങ്ങൾ തിന്നുപോയാൽ ഇനി അതിൻ്റെ പ്രാശ്ചിത്യം എന്താണെന്ന് പോലും എങ്ങും പറഞ്ഞിട്ടില്ല. പരിശുദ്ധമായ ഖുർആനിൽ എങ്ങും യതീമിൻ്റെ മുതൽ നിങ്ങൾ തിന്നാൽ അതിന് പ്രാശ്ചിത്യം എന്താണ്? നോ രക്ഷ. അല്ലോ, കഠോരമാണ്. ഇവിടെ സുഖിക്കാം, പക്ഷെ പോവാൻ നേരത്തും അങ്ങോട്ട് ആഹാരത്തിലേക്ക് ചെല്ലാൻ ഇവിടെ നിന്ന് റൂഹ് പിടിക്കുമല്ലോ, അതിന് മുമ്പ് കുറച്ച് തിരിഞ്ഞ് കറങ്ങി അനുഭവിച്ചേ പോവും. കാരണം യതീമിൻ്റെ മുതൽ തിന്നാൽ അതിന് പ്രാശ്ചിത്തം എന്താണെന്ന് പോലും അള്ളാഹു പറഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ കാര്യം. ബാക്കി എല്ലാ കേസിനും അള്ളാഹു തൗബ ചെയ്ത് പ്രാശ്ചിത്തം പറഞ്ഞിട്ടുണ്ട്. യതീമിൻ്റെ മുതൽ തിന്നുന്നതിൽ പ്രാശ്ചിത്തമുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി ഉണ്ടോ എന്നറിയില്ല, എന്തായാലും ഖുർആനിൽ അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ പൂർണ്ണമായ. അപ്പോൾ അതുകൊണ്ട് യതീമിൻ്റെ മുതൽ തിന്നുന്നവരെ അല്ലോ, നമ്മളെല്ലാം അള്ളാഹു കാക്കട്ടെ. സാധാരണ നമ്മളെയൊക്കെ എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. നമ്മളാരും യതീമിൻ്റെ പേര് പറഞ്ഞിട്ട്, എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ യതീമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഞാൻ പിന്നെ ആ വഴിക്ക് പോകും. മനസ്സിലായി? നമ്മൾ ഈ
ഞങ്ങൾ ഈ നമ്മളെ സ്ഥാപനത്തിന് വേണ്ടി പിരിക്കാൻ പോകുമ്പോൾ അവിടെ യത്തീം മക്കളുണ്ടോ എന്നൊക്കെ അതിൻ്റെ അടുത്ത് ഞാൻ പറയാം. അവിടെ യത്തീമീങ്ങളും ഇല്ല, അനാഥകളും ഇല്ല. അവിടെ ഉള്ളത് ഹാർട്ട് അറ്റാക്ക് രോഗികളാണ്. അവർക്ക് എന്തെങ്കിലും നിങ്ങളുണ്ടോ തരിക, അല്ല യത്തീമിന് അത് മാത്രം നിങ്ങൾ പറയണ്ട, അത് നിങ്ങൾ തേടി പിടിച്ച് കൊടുക്കും. ഒരിക്കൽ ഒരാൾ എൻ്റെ കയ്യിൽ കുറച്ച് അരി, ഇത് യത്തീമിന് തന്നെ കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കാൻ കറക്റ്റ് ഞാനത് കണ്ടുപിടിച്ച് യത്തീമിന് കൊടുത്തെന്നുള്ളതാണ്. 3 ദിവസം അതിന് വേണ്ടി ഞാൻ യത്തീമില്ലല്ലോ, ഒരുപാടില്ല, നമ്മുടെ നാട്ടിലൊക്കെ വളരെ തുച്ഛമാണ്. 3 ദിവസം ഞാൻ എൻ്റെ കാറിൽ ആ അരിയും ഇട്ടുകൊണ്ട് യത്തീമിനെ കാണാം. പരിപൂർണ യത്തീമിനെ കണ്ടിട്ടേ ഞാൻ ആ സാധനം കൊടുത്തു. ഇല്ലെങ്കിൽ എനിക്ക് മാപ്പില്ല. ഞാൻ എവിടെ കൊണ്ടുവയ്ക്കും ഈ പാവം? അപ്പോൾ ഈ കോടിക്കണക്കിന് തിന്നുന്നവരതോ സന്തതികൾ പോലും ഗുണം പിടിക്കില്ല. അല്ലാഹുമ്മ സ്വല്ലി എന്തെങ്കിലും ആവട്ടെ, പോട്ടെ, പറഞ്ഞ് സമയം കൂടുതലാണ്. ധനവും സഹായവും നീ ചെയ്യണം, കണക്കും അതിൽ വേണ്ട യതീമിനാണേ. ഇതുകൊണ്ട് തന്നെയാണ് അറബികൾ ഒരുപാട് വാരിക്കോരി യത്തീമിൻ്റെ പേര് പറയുമ്പോൾ ആ സംഘടനകൾക്ക് ആൾക്കാരെ കയ്യിലും ആ അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ. വെറുതെയല്ല, കയ്യും കണക്കുമില്ല. അള്ളാഹ് പറഞ്ഞല്ലേ, കണക്ക് നിനക്ക് വേണ്ട, യത്തീമിന് കൊടുക്കുന്നതിന് നിനക്ക് കണക്ക് വേണ്ടടാ. മനസ്സിലായി? മാത്രമല്ല അവരുടെ പ്രവാചകൻ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ യത്തീമല്ലായിരുന്നു. ആ ഒരു സ്നേഹമാണ് അറബി. അതാണ് അവരിങ്ങനെ വാരിക്കോരി സംഘടനകൾക്ക് കൊടുക്കും. അത് ഈ സംഘടനകൾ അവരെ ഊറ്റുകയാണ്. പക്ഷെ അവരറിയുന്നില്ല അവരുടെ വയറ് തീയാണ് നിറയ്ക്കുന്നത്. അത് അള്ളാഹു ഇതിൽ പറയുന്നു, ഈ പരിശുദ്ധമായ അവരുടെ വയറിൽ നിറയ്ക്കുന്നത് മൊത്തം തീയാണ്. കൊടുക്കൽ നിനക്കേറ്റം ഖൈറ് തന്ന, സ്വർഗം മദീനാലേ നിനക്ക് തന്ന. അഗതി അവർക്കാണേ മസാക്കീന്മാർക്ക്, കൊടുക്കാനിതാഹുബും നിനക്ക് വേണേ. പാവപ്പെട്ടവരെയൊക്കെ കണ്ടാൽ ചിലർക്ക് പുച്ഛമാണ്. മനസ്സിലായി? അതാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. അഗതികളെ നീ കണ്ടാൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് നിനക്ക് വേണമല്ലോ. അള്ളാഹു പറയുന്ന വാക്കുകളെ കൊണ്ട് പാവങ്ങളെ കണ്ടാൽ ചിലവന്മാർക്ക് വലിയ പുച്ഛമാണ്. രാവിലെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട് തെണ്ട എന്നൊക്കെ പറയും. എടോ, മസാക്കീനെ കണ്ടാൽ അള്ളാഹു പറയുന്നു നിനക്ക് അവരോട് ഇഷ്ടം വേണമെന്ന്, അതൊരു പുണ്യകർമ്മമാണ്. കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, ആ പാവങ്ങളെ കണ്ടാൽ നിനക്ക് അവരോടൊരു ഇഷ്ടം തോന്നണം, ഒരു മഹബത്ത് തോന്നണം. കൊടുക്കുന്നത് പിന്നെയല്ലേ. മനസ്സിലായി? നമ്മൾ ഒരുപാട് ഖുർആൻ പഠിക്കണം കേട്ടോ. അഗതി അവർക്കാണേ മസാക്കീന്മാർക്ക്, കൊടുക്കാനിതാഹുബും നിനക്ക് വേണേ. ഒരുവൻ ഇതാ യാത്ര ചെയ്ത് പോയി, അവനും ഇതാ വഴിയിൽ കുടുങ്ങിപ്പോയി. അവനും കൊടുക്കണം ധനം തന്നാണേ, വേണ്ട സഹായവും അവന് ചെയ്യേ. ഒരു മനുഷ്യൻ വഴിയാത്രയിൽ കുടുങ്ങിപ്പോയി, അവന് പിന്നെ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ, അല്ലെങ്കിൽ അവന് ബാക്കിയുള്ള ചിലവിന് തികയാതെ അവൻ നമ്മളെടുത്ത് വന്ന് പറയുകയാണ്, ഇതുപോലെ ഞാൻ യാത്രയിൽ വലഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ ഉടനടി നമ്മൾ സഹായിക്കണം. നമ്മളെ ഇല്ല എങ്കിൽ ബാക്കി ആരെങ്കിലും ഉള്ളിടത്തുനിന്ന് മേടിച്ച് നമ്മൾ കൊടുക്കണം. ഇന്ന് അങ്ങനെയാണ്. ഒരു യാത്രക്കാരൻ വന്നിട്ട്, ഇന്ന് ഒരുപാട് പറ്റിപ്പുണ്ട്, അതുമൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എന്നാലും ഒരു യാത്രക്കാരൻ വന്നിട്ട് പറയാണ്, ഞാൻ യാത്രയിൽ വരഞ്ഞു പോയി, എനിക്കിനി ഒരു 100 രൂപയും കൂടെ വേണം എൻ്റെ നാട്ടിലേക്ക് എത്താം, ഒന്ന് തരണേന്ന് പറഞ്ഞാൽ അവിടെ മൊത്തത്തിൽ മൊബൈൽ പിടിച്ച് അവിടെ മൊത്തമുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടി, പിന്നെ അവൻ്റെ ഐഡൻറ്റി കാർഡ്, അവൻ്റെ ആധാർ കാർഡ്, പ്രസവിച്ച ഡേറ്റ്, എന്ത് വേണ്ട എല്ലാം അവനെ നാറ്റി നാണം കെടുത്തി വിടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. മനസ്സിലായി?
ഖുർആൻ പറയുന്നത് എന്ത്? ഒരു യാത്രക്കാരൻ വഴിയിലായിപ്പോയാൽ അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? അവന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണേ എന്നാണ് അള്ളാഹു. അതൊരു പുണ്യപ്രവർത്തിയാണ്. അതിനും നിങ്ങൾക്ക് സ്വർഗമല്ലാതെ ഞാൻ പിന്നെ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? മനസ്സിലായി? നമുക്കറിയില്ലല്ലോ ഒരു മനുഷ്യൻ കള്ളനാണോ കൊള്ളക്കാരനാണോ യഥാർത്ഥമാണോ. അയാൾ വെറും ഒരു 100 രൂപയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? ഇന്ന സ്ഥലത്ത്. അപ്പോൾ എത്ര രൂപയാണ് വണ്ടി കൂലി? ഇത്ര രൂപ. അത് നമ്മളില്ലെങ്കിൽ ആരെങ്കിലും മേടിച്ച് കൊടുത്ത് അദ്ദേഹത്തിന് ഒരു നാരങ്ങ വെള്ളം ചായ മേടിച്ച് കൊടുത്ത് വിടുക. ഇനി കള്ളനാവട്ടെ എന്തോ ആവട്ടെ, അവൻ വാവിട്ട് ചോദിച്ചപ്പോൾ ആ വാക്കിനെ നമ്മൾ വിശ്വസിക്കണമെന്നാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ വാക്ക്, അവൻ്റെ വാക്ക്. അവൻ യാത്രയിൽ ബുദ്ധിമുട്ടി എന്നവൻ പറഞ്ഞു. അള്ളാഹു പറഞ്ഞു വഴിയാത്രക്കാരൻ അവൻ ബുദ്ധിമുട്ടായിപ്പോയാൽ അവനെ നിങ്ങൾ സഹായിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ആൾക്കാരെ വിളിച്ചു കൂട്ടി മൊബൈൽ അവൻ്റെ ഫോട്ടോയും എടുത്ത് ഖറാബാക്കി അവനെ നാറ്റി. ചിലപ്പോൾ അവൻ സത്യവാനാണെങ്കിൽ അവൻ്റെ ഉയിരെരിഞ്ഞു പോയി അവനൊക്കെ എന്ത് ചെയ്യുമെന്നോ മനസ്സിലായില്ല. പോട്ടെ. നമ്മളെല്ലാം പരിശുദ്ധമായ ഖുർആൻ നല്ലതുപോലെ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കണം. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അവനും കൊടുക്കണം ധനം തന്നാണേ, വേണ്ട സഹായവും അവന് ചെയ്യേ. അവന് വേണ്ടുന്ന സഹായങ്ങളും കൂടെ ചെയ്തു കൊടുക്കണമെന്നാണ്. വിഷമം ഇതാ രോഗം അതേപോലുള്ള കാര്യം അതിനായി സഹായം തേടും. അതുപോലെ വിഷമങ്ങൾ, വീട് വയ്ക്കാൻ, രോഗത്തിന്, അതുപോലുള്ളതായ ബുദ്ധിമുട്ട്, കടം, ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോഴും നമുക്ക് മാധ്യമങ്ങളുണ്ട്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ നമുക്കറിയാം. ഫേസ്ബുക്ക് തുടങ്ങിയ ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങൾ, രോഗങ്ങൾ. നമ്മൾ അതിനെ കുറ്റം പറയാതെ ഒരാളിപ്പോൾ രോഗത്തിന് വേണ്ടി ഇത്ര ലക്ഷം രൂപ വേണം, അങ്ങനെ ഒരു പോസ്റ്റ് നമ്മളെന്ത് ചെയ്യുക? ഉണ്ടെങ്കിൽ നമ്മളാൽ കൽപ്പിച്ചത് അവരെ അക്കൗണ്ടിലേക്ക് ഇടുക. കാരണം എന്താണ്? അള്ളാഹു പറഞ്ഞു അവരെ സഹായിക്കണം. വിഷമം കൊണ്ട് നേരിടുന്നവർ നിങ്ങളോട് ധനം ആവശ്യപ്പെട്ടാൽ അവർക്ക് കൊടുക്കണമെന്നാണ്. മനസ്സിലായി? ചില ആൾക്കാർ പറയുന്നത് ഇസ്ലാമിൽ തെണ്ടലല്ലല്ലോ ഇത്. അള്ളാഹ് പറയുന്നത് വിഷമം ഇതാ രോഗം അതേപോലുള്ള കാര്യം അതിനായി സഹായം തേടും. രോഗത്തിന് വേണ്ടി നിങ്ങളോടൊരു സഹായം ആവശ്യപ്പെട്ടാൽ അത് തെണ്ടലല്ല കൂട്ടരെ. വിവരമില്ലാത്ത പടും ജാഹിലുകളാണ്, മുനാഫിക്കുകളാണ് അങ്ങനെ തെണ്ടലി കിണ്ടലി എന്നൊക്കെ പറയുന്നത്. അതൊന്നും ഒരു തെണ്ടലല്ല. അവരുടെ ആവശ്യം നമ്മോട് പറയുകയാണ്. മനസ്സിലായി? അപ്പം ഒരാൾ രോഗത്തിന് വേണ്ടി നമ്മളോട് ആവശ്യം പറഞ്ഞാൽ നമ്മളാൽ കയ്യാൽ കൽപ്പിച്ചത് കൊടുക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഷെയറെങ്കിലും ചെയ്യുക. ആരെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ. നമ്മളൊക്കെ ഇന്നത്തെ ഈ തലമുറയെ ഇഷ്ടംപോലെ ആരെങ്കിലും ഒരു രോഗത്തിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഇഷ്ടംപോലെ പൈസകൾ അവരുടെ അക്കൗണ്ടിൽ ചെല്ലുന്നുണ്ട്. ഒരു അപൂർവം ചിലർ മാത്രമേ അതിനെ എതിർക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അറുബഹീലത്തരം കാണിക്കുകയും ചെയ്യുകയും ബാക്കി എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ നമ്മളെ കേരളക്കാരെ അഭിനന്ദിക്കുന്നു. സഹായങ്ങൾ ചെയ്യുന്നതിൽ അവർ മുന്നിട്ട് നിൽക്കുകയാണ് കേരളക്കാർ. അവർക്കും കൊടുക്കണം. അവർക്ക് ഈ ആയത്തറിയാമോ എന്തോ, അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്തായാലും കേരളക്കാർ ഈ സഹായം ചോദിച്ച് ഫേസ്ബുക്കിലൊക്കെ ഇട്ടാൽ ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കും. അത് നമ്മളെ ഒരു മനസ്സ് തന്നെ. അറബികൾ അറിഞ്ഞാലും കൊടുക്കും കേട്ടോ. അറബിയൊക്കെ ഇതൊന്നും അറിയില്ലല്ലോ മലയാളത്തിൽ. മനസ്സിലായി? അമ്മാർ ഇതൊന്നും കാണില്ല. അറബികളും അറിഞ്ഞാൽ അപ്പോഴും അമ്മാർ കൊടുക്കും. കന്തൂറയിലേക്ക് ഇട്ടിരിക്കുന്ന പൈസ ഇല്ലെങ്കിൽ ബാങ്കിൽ അപ്പോഴും കൊടുക്കും. അതാണ് അറബികൾ. നന്മ ചെയ്യുന്നതിൽ, സഹായങ്ങൾ ചെയ്യുന്നതിൽ, സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ അറബികൾ മുന്നെയാണ്. മനസ്സിലായി? നമ്മളൊക്കെ അവൻ്റെയൊക്കെ പിന്നിലാണ്. അവർക്കും കൊടുക്കണം ധനം തന്നാണേ, കഴിവില്ലിതാ നിന്ന് കൊണ്ട് തന്ന.
അവരവരുടെ കഴിവിനാൽ അവരെ സഹായിക്കണം കേട്ടോ. അടിമയിതാവരെ സ്വതന്ത്രനാക്കാൻ ധനവും ഇതാ വേണേൽ കൊടുക്കേ നീയും. അടിമകളില്ലല്ലോ. അപ്പോൾ അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ധനം വേണ്ടി വന്നാൽ നമുക്ക് ധനമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അതും ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ചെയ്യേതാ നീയും മുറപ്രകാരം നമസ്കാരം അത് തന്നാണേ. കൃത്യമായി മുറപ്രകാരം നമസ്കരിക്കുകയാണ്. നിനക്ക് തോന്നുമ്പോഴല്ല, കൃത്യമായ സമയത്ത് അതാത് സമയങ്ങളിൽ നിസ്കരിക്കുക. ളുഹറിൻ്റെ സമയത്ത്, സുബഹിൻ്റെ സമയത്ത്, അസറിൻ്റെ സമയത്ത്, മഗ്രിബിൻ്റെ സമയത്ത്, ഇഷാൻ്റെ സമയത്ത്. അപ്പോൾ ആ നമസ്കാരം കൃത്യമായി മുറപ്രകാരം നിസ്കരിക്കുക. സുന്നത്തൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. സക്ക മുതലും കണക്കാക്കി കൊടുക്കേ നീയും. സക്കാത്ത് തന്ന നിന്റെ മുതൽ കണക്കാക്കി, നിന്റെ സ്വത്തിനെ കണക്കാക്കി, അതിൽ വരുന്ന ഓഹരി, അതിൽ പാവപ്പെട്ടവൻ്റെ ഓഹരി എത്രയാണോ അത് നിശ്ചയിച്ച് ഉറപ്പിച്ച് നീ സക്കാത്ത് കൊടുക്കണം കേട്ടോ. അതും ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് അള്ളാഹു പറയുകയാണ്. ആർക്കോ ഇതാ നീയും കരാറ് ഒന്ന് ചെയ്താലതീനെയും നിറവേറ്റണേ. ഇത് വലിയ ഒരു വിഷമം പിടിച്ച കാര്യമാണ്. എത്രയോ പേര് കരാറുകൾ ചെയ്തിട്ട് അത് നടപ്പിലാക്കാതെ പോകുന്നവരുണ്ടെന്നറിയുമോ? ശരിക്കും അത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണെന്ന്. നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണ്. ഇപ്പം നമ്മളൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെല്ലുകയാണ്, ഒരു നോട്ടീസ് കൊടുക്കുക. അവർ പറയുന്നു, ശരി ഞങ്ങൾ ഈ അക്കൗണ്ടിൽ ആ സ്ഥാപനത്തിലേക്ക് പൈസ അയച്ചേക്കാം എന്ന് ഈ ചെല്ലുന്നവരടുത്ത് പറഞ്ഞാൽ കറക്റ്റ് അവർ 1 രൂപയായാലും അയച്ചിരിക്കണം. എങ്കിലേ ആ ഹക്കിൽ നിന്ന് അവർക്ക് വീടാൻ പറ്റും. എന്നുവെച്ചാൽ അവർ പറഞ്ഞു പോയി, അതൊരു കരാർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരടുത്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സാധിപ്പിച്ചു കൊടുക്കാം. ആ പറഞ്ഞ കാര്യം നമ്മൾ നിറവേറ്റി കൊടുക്കും. അല്ലെങ്കിൽ അത് കരാർ ലംഘനം. മനസ്സിലായി? അതൊക്കെ പിന്നെ വേറുള്ള കാര്യങ്ങളിലേക്ക്, ശിക്ഷകളിലേക്ക്. അപ്പോൾ അള്ളാഹു പറയുന്നത്, ആരടുത്തെങ്കിലും എന്തെങ്കിലും ഒരു കരാർ നീ ചെയ്താൽ, ഇന്ന കാര്യം നിനക്ക് ഞാൻ ചെയ്ത് തരാമടേ എന്ന് പറഞ്ഞാൽ അത് നീ ചെയ്തിരിക്കണം. അതൊരു പുണ്യപ്രവൃത്തിയാണ്. ഇനി നിനക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അതെന്താണെന്ന് അള്ളാഹുവിന് അറിയാം. കരാർ ചെയ്താൽ നീ അത് ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത്. ആർക്കോ ഇത് വന്ന് ഇതാ ദാരിദ്ര്യം, അപ്പോൾ ക്ഷമിക്കണേ കരയാതെ നീ. അള്ളാഹു പറയുകയാണ്, ആർക്കെങ്കിലും ദാരിദ്ര്യം വന്നാൽ അവർ ക്ഷമിച്ചു കൊള്ളട്ടെ, അവരലമുറയിട്ട് കരയണ്ട കേട്ടോ. ഒരു പട്ടിണി വന്നു, ഒരു നേരത്തെ ആഹാരമില്ലാതെ, അല്ലെങ്കിൽ ഒരു ദിവസമോ 2 മാസമോ ഇറച്ചി കിട്ടാതെ, മീൻ കിട്ടാതെ വന്നു, ചമ്മന്തി അരച്ച് ചോറ് തിന്നേണ്ടി വന്നു, അച്ചാറ് കൂട്ടി ചോറ് തിന്നേണ്ടി വന്നു, അലമുറയിട്ട് കരയേണ്ട കാര്യമൊന്നുമില്ല. അത് ക്ഷമിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നല്ലത് തരുമെന്നാണ് അള്ളാഹു പറയുന്നത്. ക്ഷമിക്കുന്നതും പുണ്യമാണ് എന്ന്. അല്ല, എൻ്റെ വീട്ടിൽ മീനില്ലടി, എൻ്റെ വീട്ടിൽ കറിയില്ലടി, എൻ്റെ വീട്ടിൽ പട്ടിണിയാണടി എന്നൊക്കെ പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ് നാട്ടുകാരെ മൊത്തം അറിയിക്കല്ലേ എന്നാണ് അള്ളാഹു പറയുന്നത്. സഹനം ക്ഷമയെയും കൈക്കൊള്ളണേ, ഇതുപോലിതാ നന്മ ചെയ്യേ നീയും. ഇതുപോലിത് ആര് ചെയ്തു എന്നാൽ അവരും ഇതാ മുത്തഖി പറഞ്ഞു അല്ലാഹ്. ഈ അള്ളാഹു പറഞ്ഞതായി കാര്യങ്ങളെല്ലാം പുണ്യപ്രവർത്തികളാണ് കേട്ടോ.
ഇതാരെങ്കിലും നിർവഹിച്ചാൽ, ഇതാരെങ്കിലും അനുകരിച്ചാൽ, ഇതാരെങ്കിലും പിൻപറ്റിയാൽ അവർ യഥാർത്ഥ മുത്തഖി തന്നെയാണ് നബിയേ. അള്ളാഹു ഉണർത്തുകയാണ്. അവർക്കാ വിജയവും പറഞ്ഞു അല്ലാഹ്, അതിനാലിവകളും അനുസരിക്കേ. തർക്കം ഇതാ വേണ്ട, കഴമ്പില്ലാത്തേത് ദുനിയായിദാഹിറം നഷ്ടമാകും. അള്ളാഹു പറയാണ്, തർക്കം വേണ്ട, ഒന്നിലും നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ദുനിയാവും ആഖിറവും ആ തർക്കം കൊണ്ട് നഷ്ടമാവും കേട്ടോ. ഈ ഖുർആനൊന്നും പഠിക്കാത്തവരായിരിക്കും മയക്ക് കെട്ടിയേക്കാം, തർക്കിക്കും. മയക്ക് സുന്നി, മുജാഹിദ്, വഹാബി, ക്രിസ്ത്യാനി, പലസ്തീനികൾ, ഇങ്ങനെ തർക്കങ്ങളുണ്ട്. ആ തർക്കിക്കുന്നവരൊക്കെ ഖുർആൻ പഠിച്ചവരല്ലേ? അതേ പഠിച്ചിട്ട് താൻ തോന്നികളായതാണ്. എന്തെങ്കിലും ആയിക്കോ. അല്ലോ, നമ്മളില്ലേ ഒരു സംഘടന. ഉള്ള സമയങ്ങൾ നന്മ ചെയ്യേ, മടിയും പിടിയുമേ ഒന്നും വേണ്ടേ. നിനക്ക് അല്ലാഹു തന്ന സമയം അത് നന്മ ചെയ്ത് മുന്നേറുകട്ടോ. അല്ലാഹു ഉണർത്തുകയാണ്. നിനക്ക് അല്ലാഹു തന്ന സമയം ചുമ്മാതെ തർക്കിച്ച് സമയം കളയല്ലേ. എൻ്റെ തബ്ലീഗുകാരാ, എൻ്റെ മുജാഹിദുകാരാ, എൻ്റെ വഹാബിക്കാരാ, എൻ്റെ സുന്നിക്കാരാ, വെറുതെ ആവശ്യമില്ലാത്ത തർക്കം. അല്ലാഹ് ഇതാ അല്ലാഹ് ഖുർആനെയും, അല്ലാഹ് ഇതാ അല്ലാഹ് നബിയാരെയും, അല്ലാഹ് ഇതാ അല്ലാഹ് ഖുർആനെയും, അല്ലാഹ് ഇതാ അല്ലാഹ് നബിയാരെയും എന്നും മുറുകയും പിൻപറ്റാനും ഏക തൗഫീഖ് തായേ ഉദവി. എന്നും മുറുകയും പിൻപറ്റാനും ഏക തൗഫീഖ് തായേ ഉദവി. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. സംഘടനകളിലൊന്നും ആരും പ്രവർത്തിക്കരുത്. സംഘടനകളൊന്നും അത്ര ശരിയാണോ എന്ന് ഒരു നിഗമനത്തിലല്ല. നമ്മൾ വിചാരിക്കും സംഘടനകൾ ഒരു ശക്തിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഒരു രാഷ്ട്രീയത്തിനോ ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നലെ നമ്മളുടെ ദീനുൽ ഇസ്ലാമിൻ്റെ വഖഫ് മനസ്സിലായില്ല, അതിൻ്റെ നിയമം ഭേദഗതി വരുത്തി. അത് അധികാരമുള്ളവർ, ബാക്കിയുള്ളവരോ ദാഘടകം. അപ്പോൾ അധികാരമുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നീ എത്ര വലിയ സംഘടനയായിട്ട് കാര്യമില്ല. വട്ടപൂജ്യം.
വഖഫ് അതിന് ആര് എന്ത് എല്ലാ സംഘടനകളും രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. വല്ല ചുക്ക നടന്നു? ഒരു ചുക്കും നടന്നില്ല. അപ്പം അതൊന്നും ഒരു ബലമല്ല. പിന്നെയോ അള്ളാഹു പറഞ്ഞതാണ് ബലം, നമ്മളെ നന്മ. അത് ഈ സമരത്തിനിറങ്ങുന്ന സമയം കൊണ്ട് ഒരു തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു ദുആ ഒന്ന് ചെയ്തു നോക്കി മുഅ്മിനീങ്ങൾ, എന്തെങ്കിലും ഫലമുണ്ടാവോ എന്നറിയാം. അപ്പം അതാർക്കും വയ്യ. സംഘടന. ശരി, അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നാളെ കാണാം.